അങ്ങനെ നമ്മുടെ കല്യാണവും കൂടുതലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂരിൽ നേരെ തിരിച്ച് എറണാകുളത്തോട്ട് പോവാണേ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ തിരിച്ചു പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, പിന്നെ നല്ല വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ആക്കിയിരുന്നു. ചില സ്ഥലങ്ങളിൽ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വൈബ് അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മുടെ ഈ റോഡ് പണി എന്ന് തീരാനാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അങ്ങനെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സൈഡിൽ കണ്ട ഒരു കടയിൽ നിർത്തി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. ചായയും പഴംപൊരിയാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് പഴംപൊരി ഒന്നും വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല, വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ യാത്ര പോവല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിച്ചു. ചായ ആണെങ്കിൽ ഒരു കാശിനും കൊള്ളില്ല. പിന്നെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് നടത്തിയത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഫുഡ് കിട്ടുമെന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. കടകളെല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അതോ കടകൾ തുറക്കാത്തയാണോ എന്ന് അറിയത്തില്ല. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ എല്ലാ കടകളും നല്ല ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിരുന്നു. ചിലപ്പോൾ മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് കടകൾ തുറക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ വിധി ഇങ്ങനെ ആയിരിക്കാം. നമ്മളെപ്പോഴും ഇങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ പോയാലും ഇതാണല്ലോ അവസ്ഥ. അപ്പം എന്തായാലും വന്നല്ലേന്ന് ചോദിച്ചിട്ട് നമ്മൾ കടലിൻ്റെ ഭംഗി നോക്കിയിട്ട് തെക്കോട്ടും വടക്കോട്ടും നടന്നു കേട്ടോ. ബീച്ചിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഷോപ്പില്ലേ, അവിടെ നല്ല ഉപ്പിലിട്ട സാധനങ്ങൾ കിട്ടുമല്ലോ, അത് കഴിക്കാമെന്ന് വെച്ചിട്ട് വന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറേ നാളായിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നൊരു സാധനമാണ് പൈനാപ്പിൾ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷേ ഇനി കഴിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ഉപ്പിലിട്ടതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പൈനാപ്പിളാണ്. അങ്ങനെ ഞാൻ 2 പൈനാപ്പിൾ ഒറ്റയടിക്ക് തിന്നു. ഞാൻ എപ്പോൾ ബീച്ചിൽ പോയാലും ഈ ഉപ്പിലിട്ടത് മിസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ആണ്. പക്ഷേ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ ഭയങ്കര ഗുരുതരമായിരിക്കും. എന്നാലും ഞാൻ അതിനെപ്പറ്റി ഒന്നും ബോധേടാവാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാനത് കഴിക്കും. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനെ 2-3 തവണ മാങ്ങയും കഴിച്ചു. പിന്നെ എന്തൊക്കെയോ വാരി വലിച്ച് തിന്നു. ഷെഫിക്കാണെങ്കിൽ ഇതിലൊന്നും അല്ല കേട്ടോ നോട്ടെ. ഷെഫിക്ക് ഏറ്റവും ഇഷ്ടം എന്താ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇത് നമ്മുടെ ഐസ് ചിരണ്ടിനകത്തിൽ സ്പെഷ്യലായിട്ട് ഷുഗറും പിന്നെ ടൂട്ടി ഫ്രൂട്ടി പരിപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഒരുപാട് തണുപ്പായതുകൊണ്ട് ഞാനിത് ഓവറായിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല. പക്ഷേ ഷെഫി ഇത് ഭയങ്കര എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെ അതും ചീറ്റിപ്പോയിട്ടുണ്ട്. പുള്ളിയുടെ മോൻ കണ്ടാൽ മനസ്സിലാവും ഒരു കാശിന് കൊള്ളത്തില്ല എന്നുള്ളത്. നമ്മളിന്ന് കഴിച്ച എല്ലാ സാധനങ്ങളും മേ ബി അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഉപ്പിലിട്ടത് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അത് അടിപൊളിയായിരുന്നു. ഇപ്പം കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നു. കടൽ നല്ല ഇങ്ങനെ തിരമാലയൊക്കെ അടിച്ചെടുക്കുകയാണ്. ഏത് സമയവും നല്ല മഴ പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നു. നമുക്ക് പിന്നെ ചെറിയൊരു ഭാഗ്യമുള്ളതുകൊണ്ട് ഒരു കട ഓപ്പൺ ആയിരുന്നു. അവിടെ കപ്പയും ബോട്ടിയും ഉണ്ടായിരുന്നു. നമ്മളത് കഴിച്ചു. എന്തായാലും ഫുഡ് കിട്ടില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു, അതങ്ങ് മാറിക്കിട്ടി. ഇതുവരെ കഴിച്ചത് ഫ്ലോപ്പായി പോയെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് തിരിച്ച് വീണ്ടും പോവാണ്. ഇനി നമ്മൾ എറണാകുളത്ത് മാത്രമേ നിർത്തുള്ളൂ എന്നുള്ളൊരു പ്രതിജ്ഞയിലാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് ഈ ഒരു പാലം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വൈബായിരുന്നു ഇതുവഴി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് പോവാണേ.